മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ചേട്ടാ, ഇരിക്കാൻ വയ്യല്ലേ? കള്ളൻ. ഒരുപാടായി നോക്കി തീർന്നില്ലേ? നിനക്കിതൊന്നും കാണണമെന്നില്ലേ? അല്ലേ, എനിക്ക് അതല്ലേ തന്നെ. ദിസ് ഈസ് ലൈഫ്, ദി എൻജോയ്മെന്റ്. എനിക്ക് അത്തരത്തിലുള്ള എൻജോയ്മെന്റും വേണ്ട, ആ ലൈഫും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ കഴിയണത്? നീ പോയി അന്വേഷിക്കും. പൂർണ്ണ സംതൃപ്തി, അതാണ് സെക്സിന്റെ മതം. ഡു യു ഫോളോ മീ? നോ. എങ്കിൽ പോയി കിടന്നോളൂ. പുസ്തകം തരൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. മാഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ വാ. ഇത് നീ തന്നെ പാട്, കേൾക്കട്ടെ. എനിക്ക് വയ്യ. എന്നാ ഞാൻ പാടും. കേൾക്കാൻ വേറെ ആളിനെ നോക്കേണ്ടി വരും. ശരി, നീ തന്നെ ആയിക്കോ. റെഡി, 1 2 3 ഗോ. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. കാന്തമൃദുല സ്നേഹമധുമയലഹരികളിൽ മലരും മലരിഞ്ഞിതളുകളിൽ നിറങ്ങൾ നീന്തി. എനിക്ക് വേണ്ട. ഒരു സിപ്പ് എഴുതാട്ടെ മാഡം. I take it as an insult. നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്.
എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയുന്നു. അതും ഞാൻ സഹിക്കും. സത്യമല്ല അവർ പറയുന്നത്. ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാണ്. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല. ഇരിക്കൂ. താൻ എന്താ എന്നോട് പോലും പറയാതെ കടന്നു കളഞ്ഞത്? സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ. തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ എങ്ങോട്ട് പോരുന്നു. താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? എന്തെന്നാ എഴുതുന്നത്? ഒരു കഥ. കഥ എഴുതാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ ആഴ്ച അച്ചടിക്കേണ്ടതാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും കിട്ടണം. എന്തിനാ കോഴിക്കോട്ട് പോണത്? പോണ്ട പ്രതീക്ഷ. പോണം. എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എപ്പോ വരുന്നു പറഞ്ഞാ എഴുതി വെക്കാം. അത് പറ്റില്ല. ശരി, എഴുതാം. ഓക്കെ. പ്രദീപിന്റെ ഗവേഷണം ചെറുകഥയിലേക്ക് തിരിഞ്ഞോ? ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ആർക്കും ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. പക്ഷേ ദുരന്തം സ്വയം വരിക്കലാവരുത്. കുട്ടി കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. കുറച്ചു നേരമായി വന്നിട്ട്. എന്താ വിശേഷിച്ച്? ടൗണിൽ വന്നതാ. സൗകര്യപ്പെട്ടാൽ രമണയെ കാണാമെന്ന് ചന്ദ്രനോട് പറഞ്ഞിരുന്നു.
പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? ഇവിടുത്തെ വിശേഷത്തിന് ഞാൻ കത്തെഴുതാറുണ്ട്. ഇന്നും നാളെ അവധിയല്ലേ? വീട്ടിലേക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല. രതീഷ്, ഇനി എന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ആശ്വാസത്തിനാണ് ഞാൻ കോളേജിലെത്തിയത്. ഹോസ്റ്റലിന്റെ വർണ്ണപ്പയട്ടാർന്ന അന്തരീക്ഷത്തിൽ ജീവിതം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കിടയിലും ഞാൻ ഒറ്റപ്പെടുന്നു.